ഹലോ ഡോക്ടർ അബ്ദുസ്സലാം അമർ വിത്ത് യു. ഒരു രസകരമായ ആശയം പറഞ്ഞുതരാം. വെരി ഇമ്പോർട്ടൻ്റ് ആണ് കുടുംബജീവിതത്തിൽ കേട്ടോ. നമുക്കിപ്പോൾ സ്ത്രീകളുടെ ഹോർമോണൽ സൈക്കിളിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഈ പെണ്ണുങ്ങൾക്ക് പല പല സമയത്ത് പല സ്വഭാവമാണ്. മെൻസ്ട്രേഷൻ്റെ മുമ്പ് ഒരു സ്വഭാവം, മെൻസ്ട്രേഷൻ ടൈമിലൊരു സ്വഭാവം, മെൻസ്ട്രേഷൻ കഴിഞ്ഞിട്ട് വേറെ സ്വഭാവം, പ്രഗ്നൻസിയുടെ സമയത്ത് വേറെ സ്വഭാവം, പ്രഗ്നൻസി കഴിഞ്ഞാൽ പോസ്റ്റ് പാർട്ടം സമയത്ത് വേറെ സ്വഭാവം. അങ്ങനെ സ്ത്രീയും ഹോർമോണൽ സൈക്കിളും അവരുടെ മൂഡ് സ്വിങ്സും സ്വഭാവക്കേടും ഒക്കെ എല്ലാവരും എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. പക്ഷെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാത്ത അല്ലെങ്കിൽ മനുഷ്യൻ മനസ്സിലാക്കാത്തൊരു പ്രശ്നമാണ് പുരുഷൻ്റെ ഹോർമോണൽ സൈക്കിൾ. അതായത് സ്ത്രീകളെ പോലെ മാസ സൈക്കിൾ ഉള്ള ആളല്ല പുരുഷൻ. പുരുഷൻ്റെ ഏറ്റവും രസം ഈ ഹോർമോണൽ സൈക്കിള് ദിവസ സൈക്കിളാണെന്നുള്ളതാണ്. ഞാൻ കുറച്ചും കൂടി വിശദമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ രാവിലെ എഴുന്നേറ്റ് ഒരു 4 മണി മുതൽ 8 മണി വരെയുള്ള സമയത്താണ് ശരിക്കും പുരുഷൻ്റെ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺസ്, പുരുഷ ഹോർമോൺ നല്ല പീക്കിൽ നിൽക്കുന്ന സമയം ഉണ്ടാകും. ഞാൻ ഇതിലേക്ക് ഈ മോർണിംഗ് ടൈമിലേക്ക് തിരിച്ചു വരാം. എന്നിട്ട് പിന്നീട് ഹോർമോൺ ലെവൽസ് മെല്ലെ ഇങ്ങനെ താന്ന് ഒരു മോഡറേറ്റ് ലെവലിൽ ഒരു രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയുള്ള സമയത്ത് മോഡറേറ്റ് ലെവൽ ടെസ്റ്റോസ്റ്റെറോൺ ഉണ്ടാകും. അപ്പോൾ ആ സമയത്ത് ഹൈലി ഫിസിക്കലി ആക്റ്റീവ് അല്ലെങ്കിലും മെൻ്റലി നമുക്ക് കൂർമ്മ ബുദ്ധി വേണ്ട, ഫോക്കസ് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ, ഇപ്പോൾ ജോലി ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്കും ഡ്യൂട്ടിക്ക് പോകാനും എന്തെങ്കിലും പ്രൊജക്റ്റ് തീർക്കാനും ഒക്കെ പറ്റിയൊരു ഒരു സമയമാണ് ഉച്ചയ്ക്ക്. അത് കഴിഞ്ഞ് എല്ലാം കൂടി ഡ്രെയിനായി ഇങ്ങനെ വൈകുന്നേരം 6 മണി 7 മണി 8 മണി ആകുമ്പോഴേക്ക് ശരിക്കും പുരുഷൻ ശരിക്കും എന്തായാലും പറയുക ആകെ ക്ഷീണിച്ച് മൂഞ്ചിയിട്ടുണ്ടാകും. അങ്ങനെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വന്ന് വാതിൽ തുറക്കുമ്പോൾ തന്നെ പെണ്ണുങ്ങൾ കിടന്നു, നമുക്ക് ഷോപ്പിങ്ങിന് പോവാം. ഞാനില്ല. എൻ്റെ വീട്ടിൽ സൽക്കാരമുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. ഞാനില്ല. ഈ അല്ലെങ്കിൽ പ്രശ്നങ്ങളും ഇതൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നം പറച്ചിലായിരിക്കും. ഇയാൾ ഏറ്റവും മൂഡ് ഓഫായി, ഏറ്റവും എന്താണ് പറയുക, തൻ്റെ എനർജി ലെവൽ താന്ന് നിൽക്കുന്ന ഈ സമയത്ത് ഒരു സ്ഥലത്ത് പോകാനോ അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോകാനോ അതല്ലെങ്കിൽ തൻ്റെ വീട്ടിൽ പോകാനോ അതല്ലെങ്കിൽ പുതിയ പരാതികൾ ഇറക്കാനൊന്നും പറ്റിയ സമയമല്ല. ഈ സമയം എന്തിനാണ് നല്ലതെന്ന് വെച്ചാൽ മെല്ലെ മൂപ്പരെ ആ ഒരു ക്ഷീണിച്ച സാധനത്തെ മെല്ലെ കയറ്റിയിരുത്തുക, ചായ വെള്ളം കൊടുക്കുക, റിലാക്സ് ആക്കുക, പറ്റുമെങ്കിൽ മസാജൊക്കെ ചെയ്യുക. എന്നിട്ട് ലെറ്റ് ഹിം റീജുവനേറ്റ്. മസാജ്, റീജുവനേറ്റ്, റിലാക്സ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു എനർജിയുടെ ബോഡിയുടെ ടയർനെസ് ഒക്കെ മാറും. അല്ലാതെ അപ്പോഴെങ്ങാനും പോയിട്ട് പരാതികളും പരിമിതികളും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ എന്ത് ചോദിച്ചാലും നോ ആയിരിക്കും ഉത്തരം കേട്ടോ. ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താണോ പ്ലാൻ ചെയ്യുന്നത് അത് പരാജയപ്പെടും. അതുകൊണ്ട് വേണ്ടാത്ത പണിക്കൊക്കെ ഒന്നും ഈ സമയത്ത് നിൽക്കണ്ട. അപ്പം നിങ്ങളോട് പറയുന്നത് ഈ സമയത്ത് പുരുഷനും നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല. ഒന്നും മീൻസ് ഒന്നും. കാരണം നിങ്ങൾക്ക് വീട്ടിൽ പോകണം. ഇപ്പോൾ ചോദിച്ചാൽ ഈ ടെസ്റ്റോസ്റ്റെറോൺ ലെവൽസ് ഏറ്റവും താന്നിരിക്കുന്ന സമയത്ത് പോയിട്ട് ഞാൻ നാളെ വീട്ടിൽ വേണ്ട, നമുക്ക് ടൂർ പോലെ വേണ്ട, ഞാനൊന്ന് എൻ്റെ വീട്ടിൽ പോലെ വേണ്ട, എന്ത് വെച്ചാലും വേണ്ടായിരിക്കും. കാരണം ഇപ്പോൾ മൂഡ് ശരിയില്ല, അങ്ങോട്ട് പോകണ്ട. പറ്റുമെങ്കിൽ ഒന്നും മിണ്ടാതിരുന്ന് മസാജ് ചെയ്തോളി. ഒരു ഉദാഹരണം പറഞ്ഞാൽ അത് കഴിഞ്ഞ് ഹോർമോണൽ ലെവൽസ് പിന്നെ പിക്കപ്പ് ആവട്ടോ. ഒരു രാത്രി 8 മണിക്ക് ശേഷം ഇങ്ങനെ പോയി 12 മണിയാകുമ്പോൾ വീണ്ടും മോഡറേറ്റ് ലെവലിലെത്തി 12 മണി 4 മണിയാകുമ്പോഴത്തേനും മെല്ലെ പിക്കപ്പായി ഒരു 4 to 8 വീണ്ടും പീക്കിലെത്തും. അപ്പോൾ ബേസിക്കലി നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മളെയൊക്കെ കൾച്ചറിൽ നമ്മൾ ഏറ്റവും കൂടുതൽ റൊമാൻസിനും സെക്സിനും കുടുംബജീവിതത്തിനും ഒക്കെ നീക്കി വെക്കുന്ന സമയം എപ്പോഴാണ്? രാത്രി ഒരു 8 മണി മുതൽ ഒരു 12 മണി വരെയുള്ള സമയമാണല്ലോ. അതായത് പുരുഷൻ്റെ ടെസ്റ്റോസ്റ്റെറോൺ ഹോർമോൺ സൈക്കിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, സെക്ഷൽ ഹോർമോൺ സൈക്കിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അയാൾക്ക് ഏറ്റവും കുറവ് ഹോർമോൺ ഉള്ള ഒരു സമയത്ത്, ഏറ്റവും മൂഡില്ലാത്തൊരു സമയം, ഏറ്റവും ടയേർഡായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരു സമയം. 8 to, അതായത് നമ്മൾ പറഞ്ഞല്ലോ 6 to 8 9 10 11 12 വരെ ആ ഒരു ടോട്ടൽ ടൈം ശരിക്കും ഏറ്റവും ലോ ടൈമാണ്. നമ്മുടെയൊക്കെ സംസ്കാരത്തിൽ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിൽ, നമ്മുടെ ഒരു സാമൂഹിക ജീവിതത്തിൽ നമ്മൾ കുടുംബജീവിതത്തിന് വേണ്ടി നീക്കി വെക്കുന്ന അല്ലെങ്കിൽ സെക്ഷൽ റൊമാൻറ്റിക് ടൈമിന് വേണ്ടി നീക്കി വെക്കുന്നത് പുരുഷനിൽ ഹോർമോണൽ ലെവൽസ് ഏറ്റവും കുറഞ്ഞുള്ള, അവൻ ഏറ്റവും മൂഡില്ലാത്ത, അതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോയിട്ട് നമ്മളിങ്ങനെ തോണ്ടിയാൽ നമ്മൾ പിന്നെ മുമ്പ് അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുക, ആകെ നിർന്ന് കിടക്കണപ്പോൾ ഇങ്ങനെ തോണ്ടി ഈ ഒരു അലർജി പോലെ തട്ടിമാരുന്ന കണ്ടിട്ടില്ല, അത് ഈ ഒരു സംഭവമാണ്. അപ്പോൾ പലപ്പോഴും ആ ഒരു സമയം ടെസ്റ്റോസ്റ്റെറോണിന് പറ്റിയ സമയമല്ല, അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റെറോൺ കൂടുതലുള്ളൊരു സമയമല്ല. നേരെ മറിച്ച് നിങ്ങൾ ആലോചിക്കുക, രാവിലെ ഒരു 4 മണിക്ക് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് പ്രയറൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി കുളിച്ച് അല്ലെങ്കിൽ ഒന്ന് പല്ലൊക്കെ തേച്ച് ഒരു കട്ടൻ ചായ കുടിച്ച് എന്നിട്ട് നമ്മൾ നടക്കാനൊക്കെ പോയി യോഗയൊക്കെ ചെയ്ത് മെഡിറ്റേഷനൊക്കെ ചെയ്ത് എന്തായിരിക്കും എനർജി. എന്നിട്ട് നമ്മൾ കുടുംബജീവിതത്തിന് വേണ്ടി കുട്ടികളെ കൊണ്ടുവരുന്നതിന് മുമ്പ് സമയം ചിലവഴിക്കുകയാണെങ്കിൽ, അത് സെക്സ് ആയാലും റൊമാൻസ് ആയാലും എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ആയാലും ഒരു ട്രിപ്പ് പ്ലാനിങ് ആയാലും, അങ്ങനെ എന്തും നമുക്ക് നേടാൻ പറ്റിയ ഒരു കുടുംബം എന്നുള്ള രീതിയിൽ എന്തും ഒരുമിച്ചിരുന്ന് പ്ലാൻ ചെയ്യാൻ പറ്റിയ, ഈവൻ നിങ്ങൾ അവരോട് ഒരു വീട് വൃത്തിയാക്കാൻ പറഞ്ഞാൽ അവരെ വൃത്തിയാക്കും. കാരണം അപ്പോൾ ഫുൾ മൂഡിലായിരിക്കും. കാരണം ടോട്ടലി മൂഡും ടെസ്റ്റോസ്റ്റെറോണൊക്കെ പീക്കിൽ നിൽക്കുന്ന സമയമാണ് മോർണിംഗ് ആ ഒരു 4 to 8 എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഹോർമോണൽ സൈക്കിൾ പുരുഷൻ്റെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എപ്പോൾ എന്ത് പറയണം, എപ്പോൾ എന്ത് പറയരുത്, എപ്പോൾ എന്ത് ചെയ്യണം. ഇപ്പോൾ ഞാൻ പറയുന്നു, മോർണിംഗിൽ കുടുംബജീവിതത്തിനും റൊമാൻസിനും സെക്സിനും ഒക്കെ ഉപയോഗപ്പെടുത്തുന്ന കുടുംബിനികൾ അല്ലെങ്കിൽ കുടുംബങ്ങൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങളുടെ ലൈഫ് പൊളിയായിരിക്കും. കാരണം യു ആർ ഡീലിംഗ് വിത്ത് യുവർ മാൻ അറ്റ് ബെസ്റ്റ് ഓഫ് ഹിസ് ടൈം. രാത്രി ഒരു 8 പടി 9 പടി 10 പടി 11 പടിക്കാണ് നിങ്ങളുടെ കലാപരിപാടികളെങ്കിൽ
നടക്കില്ല. അണ്ടർസ്റ്റാൻഡ് ദ മെൻസ് ഹോർമോണൽ സൈക്കിൾസ്. മറ്റൊരാശയമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.